ചെയ്യും. എന്റെ കാശ് എന്റെ അക്കൗണ്ടിൽ റിട്ടേൺ കയറിയിട്ടുണ്ട്. കയറി എനിക്ക് കാശ് കിട്ടി, ഞാൻ ഹാപ്പിയായി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്റെ ഈ കമന്റിൽ ഒരുപാട് പേര് മോശം പറഞ്ഞില്ലേ, എല്ലാവർക്കും പിന്നെ ഈ SBI നിന്നും ഇതുപോലെ എല്ലാ ബാങ്കിൽ നിന്നും കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉറപ്പ് 100%. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്ക്, നിങ്ങൾ അക്കൗണ്ട് ഡെയിലി ഒന്ന് ചെക്ക് ചെയ്ത് എഴുതിയൊക്കെ വെച്ച് നോക്ക്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഫാസിൽ കരമന. ഞാൻ ഇടയ്ക്ക്, അതായത് മാർച്ചിന് SBI കരമന ബ്രാഞ്ചിനെ കുറിച്ചൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. SBI തട്ടിപ്പെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഒരുപാട് എൻ്റെ ഒരു 6000 രൂപ ഇങ്ങനെ അവർ ബജാജ് ഫൈനാൻസ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് വിമർശിച്ചു തന്നെ. അത് ആളാവാൻ വേണ്ടി ഭയങ്കരമായിട്ടൊക്കെ എന്തൊക്കെയോ എന്നെ പറഞ്ഞു. പക്ഷേ ഞാനത് ശക്തമായി പ്രതികരിച്ചു. ഞാൻ ലൈവ് ഇട്ടു. ഞാൻ ബാങ്കിന് പിന്നെ ആർക്കും പരാതിയൊന്നും കൊടുത്തില്ല. ഞാൻ ലൈവ് ഇട്ടതിന് ശേഷം ഞാൻ മാനേജർ എടുത്ത കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ബജാജ് ഫൈനാൻസിൻ്റെ പിന്നെ അവർ തന്ന ഡീറ്റെയിൽസ് കൊണ്ടു കൊടുത്തു. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ലൈവ് വരാനുള്ള കാരണം എന്ന് പറയുന്നത്, എനിക്ക് ആ ക്യാഷ് റിട്ടേൺ കിട്ടി. എൻ്റെ അക്കൗണ്ടിലേക്ക് അവർ തിരിച്ച് വന്നു. ഹൈഡ് ചെയ്ത് വെച്ചിരുന്നതിന് തിരിച്ച് റിട്ടേൺ കിട്ടി. അപ്പോൾ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അതിനുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ ഇവിടെ തിരക്കാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം വേറെ ഒന്നുമില്ല, ഒരു ഇച്ചിരി തിരക്കുണ്ട്. ഇതിനു മുമ്പേ കിട്ടിയതാണിത്. അപ്പോൾ ഞാൻ ഈ പിന്നെ ഇവിടെ വന്ന അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് വേണ്ടേ അത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ട് തരാം. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടിട്ട് ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്ന് പറയണം. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് ഞാൻ ലൈവ്. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഫാസിൽ കരമന. ഞാനേ ഇടയ്ക്കൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു മാർച്ചിൽ, SBI തട്ടിപ്പെന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് എൻ്റെ അക്കൗണ്ടിൽ നിന്നും പെട്ടെന്നൊരു രാത്രി 6000 രൂപ കാണുവാനില്ല, ഒരു മെസ്സേജോ ഒന്നും അറിയില്ല. അപ്പോൾ അവിടെ പോയി ഞാൻ അന്വേഷിച്ചപ്പോൾ ബജാജ് ഫൈനാൻസ് പിടിച്ചു എന്നാണ് അവർ എൻ്റെ പറഞ്ഞത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് തന്നു. ഇതൊക്കെ ഞാൻ അന്ന് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് തന്നു. അപ്പൊ അതൊന്നും മനസ്സിലാവാതെ ഞാൻ മാനേജറെ പോയി കണ്ടു, സംസാരിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഉറപ്പായിട്ട് അത് ബജാജ് ഫൈനാൻസ് പിടിച്ചാണ് സാറേ, ഇതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ നല്ല ചെന്നൈയിൽ ഒരു മെയിൽ അയക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, എന്റെ പിന്നെ ഞാൻ എടുത്തിട്ടില്ല എന്നല്ല, നമ്മളെല്ലാം പിന്നെ എല്ലാ ബജാജ് ഫൈനാൻസ് അതുപോലുള്ള ഫൈനാൻസിൽ നിന്ന് ലോണോ ബാക്കിയുള്ള പിന്നെ എന്തെങ്കിലുമൊക്കെ ലോൺ എടുത്തിട്ടുണ്ടാവും, അത് സ്വാഭാവികം. അതിന്റെ NOC മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഇടപാട് തീർന്നു. അപ്പൊ അതിനെ ചൊല്ലിയാണ് പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവരന്ന് പിടിച്ചത്. പക്ഷെ അന്ന് ഞാൻ പോകുമ്പോ തന്നെ ഒരുപാട് പേര് അവിടെ ഇങ്ങനെ പിന്നെ കാശ് പോയി എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു, പാവപ്പെട്ടവര്. പിന്നെ ഒരാൾക്ക് 6000, 2000, 4000, ഒരാൾക്ക് 14000. അപ്പൊ അവരെല്ലാം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിന്നപ്പോ അവിടുത്തെ ഇവരൊക്കെ അവിടുത്തെ ലേഡിയൊക്കെ, ബാങ്കിലെ ലേഡിയൊക്കെ ഷൗട്ട് ചെയ്ത് പറഞ്ഞു. മാനേജർ പാവപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. ബാക്കിയുള്ള അവിടെ ഇരിക്കുന്ന ലേഡീസൊക്കെ ഷൗട്ട് ചെയ്ത് തന്നെ പറഞ്ഞു, നിങ്ങൾ ബജാജ് ഫൈനാൻസിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പൊ ബജാജ് ഫൈനാൻസിൽ പോയി നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. പിന്നെ അവർ പറയും ബാങ്കിൽ പോയി അന്വേഷിക്കാൻ പറയും. ബജാജ് ഫൈനാൻസിൽ ട്രിവാൻഡ്രത്ത് കയറുന്നെങ്കിൽ തന്നെ പിന്നെ ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ അകത്തോട്ട് കയറാൻ തന്നെ പറ്റുള്ളൂ, ടോക്കനൊക്കെ തന്നിട്ട്. ഇപ്പൊ പഴയ സിസ്റ്റം ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ പിന്നെ ലൈവൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് എന്നെ അത് വിമർശിച്ചു, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. വിമർശിച്ചത് കുറച്ച് പേരേ ഉള്ളൂ, ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് പോയിട്ടുണ്ട് ഇതുപോലെ കാശ്, എന്റെ കാശ് ഇങ്ങനെ പോയി. ഒരു ലേഡി എന്റെ പിന്നെ ഇതിട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഹൗസിംഗ് ലോൺ എടുത്തിട്ട് 30 ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോൺ എടുത്തിട്ട് 18 ലക്ഷം രൂപ അടച്ചതിന് ശേഷം അവർ വീടും 1 മാസം 2 മാസം മുടങ്ങി വീട് ജപ്തി ചെയ്തു. അങ്ങനെ പിന്നെ ഈ SBI ബാങ്ക് മാത്രമല്ല, എല്ലാ SBI ബാങ്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പം തട്ടിപ്പെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് കമന്റിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് എൻ്റെ പിന്നെ പറഞ്ഞു ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ ലൈവൊക്കെ ഇടുന്നത്, ആളാവാൻ വേണ്ടിയിട്ടാണ്. SBI ബാങ്ക് ഇത്രയും വലിയ നാഷണലൈസ്ഡ് ബാങ്ക്, അവർ പൊട്ടന്മാരല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ഒരുപാട് കമന്റ് ഇട്ടത്. അത് പിന്നെ ഇതിൽ കാണത്ത് എന്റെ ഈ പിന്നെ ഫേസ്ബുക്കിൽ നിന്ന് ലൈവ് പോയി. അത് എന്റെ യൂട്യൂബിലെ പാച്ചിക്ക ഫണ്ണി വേൾഡ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ചാനലുണ്ട്, അതിൽ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ട്. രണ്ടാമതൊരു ലൈവ് ഈ കമന്റ് കുറിച്ചുള്ള ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഞാൻ ഇതൊക്കെ ചെയ്തപ്പോ റീജിയണൽ മാനേജർ എന്നെ വിളിച്ചിരുന്നു. അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ സാറേ പിന്നെ കരമന ബാങ്കുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെയാണ് സാറേ, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞു.
അവർ സാറേ നമുക്ക് എത്രയും പെട്ടെന്ന് പരിഹരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എന്റെ മാത്രമല്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ വന്നപ്പോ പിന്നെ ഇങ്ങനെ അവരൊക്കെ കാശ് പോയിട്ടുണ്ട്. അപ്പോ പുള്ളിക്കാരൻ പറഞ്ഞത് സാറേ അത് പിന്നെ സാറിന്റെ കാശ് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ബാക്കിയുള്ളവരുടെ കാര്യം സാറിന് അത് ശ്രദ്ധിക്കണ്ട എന്ന് എന്റെ പറഞ്ഞു. ആ വോയിസ് എടുത്ത് ഞാൻ പിന്നെ എന്റെ ഈ യൂട്യൂബില് പിന്നെ പാച്ചിക ഫണ്ണി വേൾഡ് ലൈവ് ഇട്ടിട്ടുണ്ട്. ആ ലൈവില് ആ വോയിസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കമന്റിന് മറുപടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നോക്കിയാൽ കാണാം. അപ്പൊ ഇവര് പിന്നെ ഞാൻ ഈ പറഞ്ഞ കേട്ടിട്ടില്ലേ, കരയുന്ന പിള്ളയ്ക്കേ പാലുള്ളൂ എന്നൊരു പഴമൊഴിയുണ്ട്. അപ്പൊ അതുപോലെ ഞാൻ അവിടെ ചോദിക്കേണ്ട രീതി ചോദിച്ചപ്പോ എന്റെ അക്കൗണ്ടിൽ തിരിച്ച് റിട്ടേൺ കാശ് കിട്ടി. എന്റെ 6000 രൂപ എനിക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ എനിക്ക് ATM തരുന്നുണ്ടല്ല, ഞാൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് ബാങ്കിൽ പോയി. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോയപ്പോ അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മള് ഇങ്ങനെ വിജയ് ഫൈനാൻസിന്റെ പേര് പറഞ്ഞിട്ട് ഹൈഡ് ചെയ്തിടും. പേര് പറഞ്ഞിട്ടില്ല, ഫസ്റ്റ് അവർ ഹൈഡ് ചെയ്താണ് ഇടുന്നത്, നമ്മളെ കാശ് ഹൈഡ് ചെയ്തിടും. ഹൈഡ് ചെയ്ത് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് പ്രതികരണങ്ങളൊന്നും ഇല്ലെങ്കിൽ അവര് നേരെ മുക്കി മോഷ്ടിക്കും, അങ്ങ് എടുക്കും. അതല്ല പ്രശ്നക്കാരനാണെന്ന് അറിഞ്ഞാൽ റിട്ടേൺ ചെയ്യും. എന്റെ കാശ് എന്റെ അക്കൗണ്ടിൽ റിട്ടേൺ കയറിയിട്ടുണ്ട്. കയറി എനിക്ക് കാശ് കിട്ടി, ഞാൻ ഹാപ്പിയായി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്റെ ഈ കമന്റിൽ ഒരുപാട് പേര് മോശം പറഞ്ഞില്ലേ, എല്ലാവർക്കും പിന്നെ ഈ SBI നിന്നും ഇതുപോലെ എല്ലാ ബാങ്കിൽ നിന്നും കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉറപ്പ് 100%. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്ക്, നിങ്ങൾ അക്കൗണ്ട് ഡെയിലി ഒന്ന് ചെക്ക് ചെയ്ത് എഴുതിയൊക്കെ വെച്ച് നോക്ക്, കാശ് പോകുന്നുണ്ട്. 1500 അവരിങ്ങനെ കാശ് പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം 4-ാം തീയതി എന്റെ 290 രൂപ പിടിച്ചു. അത് ചോദിച്ചപ്പോൾ അവർക്ക് മറുപടി ഒന്നുമില്ല, സാർ ഇത് കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഡെയിലി ഞാൻ എനിക്ക് ബിസിനസ്സുകാരുടെ അക്കൗണ്ട് ഞാൻ രാത്രിയാകുമ്പോൾ എഴുതി വെക്കും, ലാസ്റ്റ് പിന്നെ ബാലൻസ് എത്രയായിരുന്നു. പിറ്റേന്ന് എടുത്ത് നോക്കുമ്പോഴാണ് ഇത് ഞാൻ കണ്ടുപിടിച്ചത്. ഇപ്പോഴും 290 രൂപ പോയിട്ടുണ്ട്. അത് ചോദിച്ചപ്പോൾ അവർക്ക് റീസൺ ഇല്ല, അവർ സാർ ഇത് കാണുന്നില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ പിന്നെ അതുകൊണ്ട് നിങ്ങൾ എന്നെ ഈ പിന്നെ തള്ളിപ്പറഞ്ഞവരും എന്റെ കൂടെ നിന്നവരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെ കയ്യിൽ നിന്ന് കാശ് പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവരുടെ കയ്യിൽ ചോദിക്കുക, റീസൺ പറയുക, എന്താണ് നിങ്ങൾ എടുക്കാനുള്ള കാരണം ചോദിക്കുക. കാരണം ഇല്ലെങ്കിൽ കാശ് റിട്ടേൺ ചെയ്യാൻ പറയുക, ശക്തമായി പ്രതികരിക്കുക. ഞാൻ ശക്തമായി പ്രതികരിച്ചു, എനിക്ക് കാശ് റിട്ടേൺ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, SBI അല്ല, പിന്നെ നമ്മൾ ഇന്ത്യയിൽ എല്ലാത്തിനും ഓരോ നിയമങ്ങളുണ്ട്. അത് കണക്കാക്കി പോയാൽ നമ്മളെ ഭാഗത്ത് തെറ്റില്ല എന്ന് 100% ഉറപ്പുണ്ടാവണം. അല്ലാതെ നമ്മളെന്തെങ്കിലും ഉടായ്പം കാണിച്ചിട്ട് ബാങ്കിൽ പോയി വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അകത്തായി പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാവേ, എനിക്ക് കറക്റ്റ് എന്റെ NOCയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നെ പിടിക്കാൻ യാതൊരു നിർവാഹമില്ല. കാര്യം ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ പിടിച്ചതുകൊണ്ടാണ് എന്റെ കാശ് റിട്ടേൺ കിട്ടിയത്. അപ്പൊ ഈ കമന്റ് എന്നെ മോശമായിട്ട് കമന്റ് ഇട്ടവരെല്ലാം കൂടി ഈ കമന്റ് ഇട്ട് ആളാവാൻ വേണ്ടിയൊന്നുമല്ല സുഹൃത്തെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് പേര് കമന്റ് ആളാവാൻ വേണ്ടിയോ പിന്നെ എനിക്ക് ഹീറോ ആവാൻ വേണ്ടിയോ ഷൈൻ ചെയ്യാൻ വേണ്ടിയൊന്നും അല്ല. അധ്വാനിച്ച കാശ് പോകുമ്പോ ആർക്കായിരുന്നാലും ഒരു വിഷമവും സങ്കടമൊക്കെ വരും. ആ സങ്കടം അവിടെ സങ്കടം പറഞ്ഞ് SBI തരുന്നില്ല, ആർക്കും കൊടുത്ത് ചരിത്രമില്ല. എന്റെ കൂടെ അന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ടാവുമല്ലോ. ആർക്കെങ്കിലും ഒരാൾക്ക് അവർ കാശ് റിട്ടേൺ ചെയ്തിട്ട് കൊടുക്കൂല, അവര് കൊടുക്കൂല. 100% എനിക്കറിയാം, പോയ കാശ് തിരിച്ചു കിട്ടില്ല. അത് പിന്നെ കടലിൽ കളഞ്ഞ പോലെ തന്നെയാണ്. പക്ഷെ എന്തോ എന്റെ ഒരു ഭാഗ്യമൊന്നും കൂടെ, അല്ലാണ്ട് എന്റെ കഴിവ് മാത്രമല്ല കേട്ടോ, എന്റെ ഒരു ഭാഗ്യം കൂടെ. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളിലൂടെ ചെയ്തു, പിന്നെ അവിടെ മേലെടുത്ത് കുറച്ച് കാര്യങ്ങളിലൂടെ പറഞ്ഞു ഞാൻ. അതാണ് ചോദിക്കേണ്ട രീതി ചോദിച്ചാൽ ഇത് ഉറപ്പായിട്ടും ഇത് കിട്ടും. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കടമ. പിന്നെ അതായത് പറ്റിക്കപ്പെടാൻ ആളുണ്ടെങ്കിലേ പറ്റിക്കാൻ ആളുണ്ടാവുള്ളൂ. പറ്റിക്കപ്പെടാൻ ആളില്ലെങ്കിൽ പറ്റിക്കാൻ ഒരിക്കലും ആളുണ്ടാവില്ല. കാര്യം പറ്റിക്കപ്പെടാൻ ആളുണ്ടെങ്കിലേ പറ്റിക്കാൻ ആളുണ്ടാവുള്ളൂ. അതുകൊണ്ട് പറ്റിക്കപ്പെടാതെ സൂക്ഷിക്കുക സുഹൃത്തുക്കളെ. അതുകൊണ്ട് പിന്നെ എന്റെ പിന്നെ കരമക്കാരുണ്ട്, മക്ബൂൽ റഹ്മാനുണ്ട്, സുധീർ മീര സാഹിബ് വാച്ചിങ്, മക്ബൂൽ പൂജപ്പുരമുള്ള ജഫറാക്കാണ് വരുക. അപ്പം എല്ലാവരുടെ ആരായിരുന്നാലും എന്നെ കാണുന്നവരും പിന്നീട് കാണുന്നവരായിരുന്നാലും എന്നെ വിമർശിച്ചവരായിരുന്നാലും എന്നോട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. പിന്നെ അവർക്ക് ഇതുപോലെ അബദ്ധങ്ങൾ പറ്റി അവരെ ഒരുപാട് കാശ് പോയിട്ടുണ്ട്. അവരിങ്ങനെ പിന്നെ ലോൺ അടച്ച് പിടിച്ചു, അവരെ അറിയാതെ പിടിച്ചു, ഹൈഡ് ചെയ്ത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതികരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടല്ലോ. നമ്മൾ സാധാരണ എല്ലാ മനുഷ്യർക്കും അതിന്റെ കഴിവ് ദൈവം തമ്മിൽ കൊടുത്തിട്ടുണ്ടല്ലോ. പ്രതികരിച്ചാൽ കാശ് കിട്ടും. കാശെന്നല്ല, എന്തും നമുക്ക് പിന്നെ തിരിച്ചു പിടിക്കാനോ എല്ലാത്തിനുള്ള കഴിവ് മനുഷ്യന് ദൈവം തമ്മിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ശ്രമിക്കുക നമ്മൾ. പിന്നെ വിജയം തരുന്നത് പിന്നെ മോളാണ്. ഞാൻ പരിശ്രമിച്ചു, എന്റെ കാശ് കിട്ടി.
കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ റീജിയണൽ മാനേജർ എന്നെ വിളിച്ച് സംസാരിച്ചതും അതിന്റെ ബാക്കിയുള്ള കമന്റിന്റെ മറുപടി നിങ്ങൾ പറ്റുമെങ്കിൽ ആ പാച്ചിക്ക പണ്ണി വേൾഡ് കയറി അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിനകത്ത് ലൈവ് കമന്റിന് മറുപടിയും എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ കാശ് പോകാതെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ബജാജ് ഫൈനാൻസിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബജാജ് ഫൈനാൻസിൽ ഏറ്റവും കേസായിട്ട് ഏത് പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളവര്, പ്രൈവറ്റ് ബാങ്കിൽ നാഷണൽസ് ബാങ്കിൽ നിന്ന് ഏത് ബാങ്കിൽ നിന്നായിരുന്നാലും NOC എന്ന് പറയുന്ന സാധനം ഉറപ്പായിട്ട് മേടിച്ചുള്ളൂ. NOC അതിനുള്ള പ്രശാന്ത് ലാൽ ട്രിവാൻഡ്രം വോയിസ്. ഹായ് ബ്രോ. സുധീർ മീര സാഹിബ് ഹായ്. പ്രശാന്ത് ലാൽ ട്രിവാൻഡ്രം വോയിസ് ട്രിവാൻഡ്രം ഹായ്. മക്ബൂൽ റഹ്മാൻ ഹലോ, സുഖാണോ? അപ്പൊ അങ്ങനെ പുള്ളി ഡയറക്ടറൊക്കെ ഉണ്ട്, ഡയറക്ടർ പുതിയ കാരണമാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ബജാജ് ഫൈനാൻസ് NOC മാത്രമല്ല വേറെ എന്തൊക്കെയാ ക്ലോസിംഗ് ലെറ്റർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കും. അത് മേടിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മേടിക്കുക. എന്റെ ഇപ്പൊ NOC ഉള്ളതുകൊണ്ടാണ് എനിക്ക് ക്യാഷ് തിരിച്ചു കിട്ടിയത്. കാരണം സാധാരണ ആർക്കും കിട്ടാറില്ല, ആരും കൊടുക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ടത് നമ്മളേത് തന്നെ ചെയ്താലേ കാശ് റിട്ടേൺ കിട്ടുള്ളൂ സുഹൃത്തുക്കളെ. കാശെന്നല്ല, കാശ് പോവാതിരിക്കുള്ളൂ. നമ്മൾ അധ്വാനിച്ച കാശ് എന്തിനാ വെറുതെ കൊണ്ട് വല്ല ബാങ്കുകാർക്കും എങ്ങനെ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് സമാധാനം കിട്ടും, ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് കൂലിയും കിട്ടും. അല്ലാതെ വലിയ നാഷണൽസ് ബാങ്കുകൾക്ക് വലിയ കോർപ്പറേറ്റുകൾക്കെല്ലാം നമ്മളെ കാശ് കൊണ്ട് കൊടുത്ത് വെറുതെ അവരെ വാക്കിരിക്കിട്ട് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇപ്പൊ ഞാൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടല്ലേ എന്റെ ഈ കാശ് കിട്ടിയത്. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ഹെഡിങ് എടുത്തത് SBI തട്ടിപ്പ് കയ്യോടെ പിടിയിൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ അന്ന് ലൈവ് കൊടുത്തിരുന്നത്. ഇവര് തട്ടിപ്പല്ലായിരുന്നെങ്കിൽ എന്റെ കാശ് എങ്ങനെ എനിക്ക് തിരിച്ചു കിട്ടും? അത് എനിക്ക് അറിയണം അല്ലേ? ഒരു തട്ടിപ്പായതുകൊണ്ടല്ലേ കാശ് കിട്ടാതെ, അല്ല തട്ടിപ്പല്ലാത്തതുകൊണ്ടല്ലേ, തട്ടിപ്പായതുകൊണ്ടല്ലേ എനിക്ക് കാശ് കിട്ടിയത് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഭൂലോക തട്ടിപ്പാണ് ഇപ്പോൾ ഉള്ള ബാങ്കുകളൊക്കെ. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ട, അത്രേ ഉള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ബാക്കിയുള്ള സൂക്ഷിക്കുക, അല്ലെങ്കിൽ കാശ് പോയി കിട്ടും. SBIയില് അതുപോലെ SBIയില് ഈ ബാങ്ക് ഇടപാടുള്ളവര് ഡെയിലി ഇങ്ങനെ ട്രാൻസാക്ഷൻ ഉള്ളവര് ഡെയിലി ഒന്ന് വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് എഴുതി വെച്ചിട്ട് പിറ്റുന്ന അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടോ എന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ ഈ ഇങ്ങനെയുള്ള NOC ലോൺ എടുത്തുള്ള NOC മേടിച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് അങ്ങനെയൊക്കെ നോക്കി നമ്മൾ അധ്വാനിക്കുന്ന കാശ് കണ്ടവര് കൊണ്ടുപോവാതെ ശ്രദ്ധിക്കുക. അൽ-അമീൻ സൈലാബ്ദീൻ വാച്ചിങ് ഹായ്. അൽ-അമീനെ പ്രശാന്ത് ലാൽ ഹായ്. അത് കൊടുത്തില്ല. അപ്പൊ അങ്ങനെ അപ്പൊ അത്രയൊക്കെ തന്നെ. ഞാൻ ഈ ഹാപ്പിനെസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവിൽ വന്നത്. കാര്യം കാശ് കിട്ടിയെന്നൊന്ന് അറിയിക്കണമല്ലോ. ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ക്യാഷ് കിട്ടിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഇടയ്ക്കും ഒരുപാട് പേര് ആ കാശ് എന്തായി എന്നൊക്കെ വിളിച്ച് ചോദിച്ചു. അപ്പൊ കാശ് കിട്ടി, സന്തോഷമായി. ഇനിയും ഇതുപോലുള്ള വെട്ടിപ്പുകളിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, വരാം. എവിടെ വോയിസ് അങ്ങനെ വോയിസാണത്. ട്രിവാൻഡ്രം വോയിസ് ട്രൂപ്പാണത്, ഗാനമേള ട്രൂപ്പ്. അപ്പൊ അങ്ങനെയാണ്. അപ്പോ ഇത് പറയാനാണ് ഞാൻ വന്നത്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാരും ഹാപ്പി അല്ലേ? ചന്ദ്രൻ തീരജീസ് വാച്ചിങ് ഹായ് ചന്ദ്രൻ ബ്രോ. പിന്നെ അപ്പൊ ഈ അന്നത്തെ ലൈവിൽ തന്നെ ഒരുപാട് പേര് എന്നെ ഈ
എന്തൊക്കെ കുറച്ച് മോശമായിട്ടൊക്കെ പറഞ്ഞു. ഞാൻ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. സുഹൃത്തിനെ വിളിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. രാധാമോഹൻ, ഇവര് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്, നമ്മുടെ ഫാനാണ് രാധാമോഹൻ. അപ്പൊ അങ്ങനെ അപ്പൊ ഇത് ഞാൻ ചന്ദ്രു തേണ്ട സൂപ്പർ കാ, താങ്ക് യു. അപ്പൊ ഇങ്ങനെ പ്രോഗ്രാം കാര്യമൊക്കെ പറയണം. നമ്മുടെ പച്ചക്കപ്പണ്ണി വേണം, പച്ചക്കപ്പണ്ണി വേണ്ട. അപ്പം ഇത്രയൊക്കെ തന്നെ, വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ ഈ കാശ് കിട്ടി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പൊ നമ്മുടെ കാശ് പോകാതെ നമ്മൾ സൂക്ഷിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറ്റിക്കപ്പെടാൻ ആളുണ്ടെങ്കിലേ പറ്റിക്കാൻ ആളുണ്ടാവുള്ളൂ. അപ്പോൾ അല്ല, പറ്റിക്കപ്പെടാൻ ആളില്ലെങ്കിൽ പറ്റിക്കാൻ ആളുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പറ്റിക്കപ്പെടാൻ നമ്മൾ അധ്വാനിക്കുന്ന കാശ് ആർക്കെങ്കിലും വിശപ്പിന് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുക, ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനമുണ്ട്, അല്ലേ? പഠിച്ചോന്റെ ഭാഗത്തുനിന്ന് കൂലിയും കിട്ടും. അല്ലാതെ ഈ കോർപ്പറേറ്റുകൾക്കെല്ലാം വെറുതെ അവരെ വാക്കിരിക്കിടാൻ വേണ്ടിയിട്ട് അവര് നമ്മൾ കൊണ്ട് ഇടുന്ന കാശും പിടിച്ചിട്ട് അവര് നമ്മളാ കാശെന്തേന്ന് ചോദിക്കാൻ പോകുമ്പോൾ നമ്മൾ പിന്നെ ഷൗട്ട് ചെയ്ത് നമ്മൾ ഒരുമാതിരി നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെയാണ് അവരെ സംസാര രീതി. പിന്നെ അവരെ പറച്ചില്. പിന്നെ ഈ ബാങ്കിൽ നിന്നൊക്കെ അകത്ത് ബാങ്കിൽ നിന്നൊക്കെ പറഞ്ഞ സെക്യൂരിറ്റി സെറ്റപ്പ് ക്യാമറ ഇതൊക്കെ ആകുമ്പോൾ ആരും അവിടെ വിഷയം ഉണ്ടാക്കാൻ നിൽക്കൂല, എന്തെങ്കിലും ആയിപ്പോവോ. അപ്പൊ ഇങ്ങനെ പിന്നെ വിഷയം ഉണ്ടാക്കിയ പിന്നെ അവർ പോലീസിനെ വിളിച്ച് നമ്മൾ അകത്തായി പോവോ എന്നൊക്കെ ഉള്ള ഇത്. അന്ന് ഞാൻ പോയപ്പോ തന്നെ ഒരു പാവപ്പെട്ട ഒരു ഓട്ടോ ഡ്രൈവർ, പിന്നെ ഒരു പാവപ്പെട്ട, എനിക്ക് വിഷമം തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു പെൻഷൻ മേടിക്കാൻ വന്ന ഒരു അമ്മമ്മ. ഈ അമ്മമ്മയുടെ പിന്നെ ചെറുകുട്ടി എന്തോ അയച്ചു കൊടുത്തു പൈസ, എത്ര രൂപ, 10,000 രൂപ എന്തോ കാണുന്നില്ല എന്ന് പറഞ്ഞു. അവരവിടെ കിടന്ന് കരച്ചിടുമ്പോഴും അത് നിങ്ങൾ വേറെ എവിടെ ബജാജ് ഫൈനാൻസ് പിടിച്ചെന്നാണ് അന്നും പറഞ്ഞത്. അവിടെ ഇപ്പൊ അന്വേഷിക്കുന്നതാണ് അവർ പറഞ്ഞത്. കാര്യം അവർ വിഷമവും സങ്കടവും കണ്ടിട്ട് അതാ ഞാൻ പിന്നെ ഈ റീജിയണൽ മാനേജർ വിളിച്ചപ്പോഴും ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞത് വേറെ കുറച്ച് പേര്. അപ്പം പുള്ളി എന്റെ അടുത്ത് എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ അതിലിട്ടിട്ടുണ്ടേ. പിന്നെ പുള്ളി പറഞ്ഞത്, സാറേ സാറിന്റെ ആ കാശിന്റെ കാര്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം, ബാക്കിയുള്ളൊരു കാര്യം സാർ ശ്രദ്ധിക്കേണ്ടെന്നാണ് എന്റെ പറഞ്ഞത്. അപ്പൊ അതിൽ തന്നെ ഒരു കള്ളത്തരമില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് പാവപ്പെട്ടവര് ഇവര് നമ്മളെ പിന്നെ കാര്യം നമ്മള് സാധാരണക്കാരെ ഇവര് നമുക്കൊക്കെ മനസാക്ഷി ഉള്ളതുകൊണ്ട് നമ്മളാരെയും പറ്റിക്കാനൊന്നും ശ്രമിക്കൂല. ഇങ്ങനെ ഈ പാവപ്പെട്ടവര് അല്ലാത്തിനെയും പറ്റിക്കൂല. ഈ വലിയ ഇവര് ഇങ്ങനെ വളരെ ഭയങ്കര ബാങ്ക്, നാഷണലൈസ്ഡ് ബാങ്ക് ഒക്കെ ഇട്ടിരുന്നിട്ട് ഈ പാവപ്പെട്ടവര് കാശ് എടുത്തിട്ട് ഇവർക്ക് എന്ത് ചെയ്യാനാണ്? അവസാനം ഇവരെയൊക്കെ പ്രാക്കുകൊണ്ട് നശിച്ച്, എന്നാ ഇവർക്കൊന്നും പ്രാക്കുവേക്കൂല്ലോ എന്നുള്ളതാണ്, നശിച്ച് നാറാണക്കലായി പോകില്ലോ എന്നുള്ളതാണ്. പ്രശാന്ത് ട്രിവാൻഡ്രം വോയിസ് ഇങ്ങനെ ഒരു ഇംപ്രമേഷൻ തന്നതിന് അതിലെ കലാകാരന് തന്നെ താങ്ക് യു ബ്രോ. അതാണ് ഇത് പറഞ്ഞതല്ലേ കാര്യം. ഞാൻ അന്ന് പിന്നെ ഒരു ലൈവ് ഇട്ടിട്ട് ഇപ്പൊ സെക്കൻഡ് ലൈവ് വന്നത് തന്നെയാണ് വന്നത്. പിന്നെ അതായത് എനിക്ക് കാശ് കിട്ടി, 100% കിട്ടി, ഉറപ്പ്. അല്ലാതെ വെറുതെ ഞാൻ പിന്നെ SBI ബാങ്കിനെ കുറിച്ച് എനിക്ക് പൊക്കി പറഞ്ഞത് എന്റെ പൈസ എന്റെ മാത്രമല്ല, ഒരുപാട് പേരെ പൈസ അവര് മുടിപ്പിച്ച് തിന്നിട്ട് വേറൊരു ഞാൻ പറഞ്ഞില്ലേ ലേഡി, അവരെ വീട് ജപ്തി ചെയ്യാൻ അവര് പിന്നെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് എനിക്ക് മെസ്സേജ് ഇട്ടത്. അപ്പൊ ഞാൻ കുറച്ചടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മള് പിന്നെ എന്താ പറഞ്ഞു ഞാൻ പിന്നെ ആർക്കെങ്കിലും ഒരു ഉപകാരം, ഞാൻ ഈ ലൈവ് ഇട്ടത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അന്ന് ആ ലൈവ് ഇട്ടിട്ട് വീണ്ടും ഈ കാശ് കിട്ടിയെന്ന് പറഞ്ഞ് ലൈവ് ഇടുമ്പോ ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടിയാൽ അത് എനിക്ക് നല്ലത്, എല്ലാവർക്കും നല്ലത്, എനിക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാണ്ട് മായ്ക്കുള്ള കമന്റ് ഇട്ടതുപോലെ എനിക്ക് ഷൈൻ ചെയ്യാനാണെങ്കിൽ എനിക്ക് 4 മിമിക്രി പറഞ്ഞാൽ മതി. 4 മിമിക്രി പറഞ്ഞാൽ കുറച്ച് കയ്യടി, അല്ലെങ്കിൽ ഞാൻ എന്റെ ഒരു ജയന്റ് ഫിഗറോ കുറച്ച് സൗണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കുറെ ഷൈൻ ചെയ്തതാണ് ഞാൻ സ്റ്റേജിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ഷൈൻ ചെയ്യാൻ ഈ SBI ബാങ്കിൽ പോയിട്ട് അവരുടെ വിഷയം ഉണ്ടാക്കി, അതല്ല നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ പിന്നെ ചുമ്മാ പോയി ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ, ഇത്രയും വലിയൊരു ബാങ്കിൽ പോയിട്ട് ഞാൻ SBI തട്ടിപ്പ് കയ്യോടെ പിടിയിൽ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എനിക്ക് കളി കണ്ടോ ഓഡിയോ മുഴുക്കോ ഞാൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. നിസാമേ സുഖമല്ലേ, ലൈക്കടാ. അപ്പൊ അങ്ങനെ അപ്പൊ ആർക്കെങ്കിലും ഉപകാരമാവുമെങ്കിൽ ഉപകാരമായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇട്ടത്. അപ്പം പിന്നെ എല്ലാവർക്കും സുഖങ്ങളൊക്കെ തന്നെയല്ലേ? ചായയൊക്കെ കുടിച്ചാ 4:30 മണിയായി, വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലേ?
ഞാൻ അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഒത്തിരി തിരക്കുണ്ടായിരുന്നു. അതുപോലെ അവിടെ ഭയങ്കര വെയിൽ, ഭയങ്കരമായ ചൂടും വെയിലും, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് ഞാൻ വേറെ 1-2 സ്ഥലത്ത് പോയിട്ടൊക്കെ ഇപ്പൊ വന്ന്. ബജാജിൽ നിന്നും ആരും ലോൺ എടുത്ത് കളയരുത്, കൊള്ളയാണ്. ഓക്കെ, അതൊക്കെ സംഭവിച്ചു ഞാൻ. പക്ഷെ ബജാജിൽ നിന്ന് ലോൺ എടുക്കുന്നതൊക്കെ കൊള്ളയാണ്. പക്ഷെ അവിടുന്ന് നമ്മൾ ഹെയർ പർച്ചേസിംഗ് ലോണൊക്കെ എടുത്ത് അത് കറക്റ്റായിട്ട് കണ്ടിന്യൂ ആയിട്ട് അടച്ചൊക്കെ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് എന്റെ ഒരു ഇത്. കാര്യം ഞാൻ 1-2-3 മൊബൈലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് അടച്ചു പോയി. കറക്റ്റ് ക്ലോസ് ചെയ്ത NOC വേറെ 1-2 സാധനമാണ്, അത് മേടിച്ചു കഴിഞ്ഞാൽ ഓക്കെ. ഇമാമുദ്ദീൻ ഹായ് ബ്രോ ഇമാമുദ്ദീൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അല്ല, നമ്മൾ എന്തും കറണ്ടായിട്ട് പോയപ്പോ കാര്യം ഈ നമ്മള് ഈ ഒന്നിപ്പം SBI ഒരു മെസ്സേജ് പോലും നമ്മളെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോകുന്നതിനോ പിടിക്കുന്നതിനോ ഒന്നും ഒരു മെസ്സേജ് പോലും വരുന്നില്ല. അത് ഞാൻ ഇന്നും പോയി പരാതി പറഞ്ഞപ്പോൾ അവർ വരുന്നില്ലേ, ആണോ അയക്കാറുണ്ടല്ലോ സാറേ എന്നൊക്കെ അവർ പറയുന്നത്. അതായത് മൊത്തം കള്ളത്തണം ഇവിടെ. പിന്നല്ലാതെ അതൊക്കെ ഒരു കാലം. ചന്ദ്രു തേൻരാജ് കേട്ടോ മെസ്സേജ്, പിന്നല്ലാതെ അതൊക്കെ ഒരു കാലം. ചന്ദ്രു തേൻരാജ് ഇമാമുദ്ദീൻ അസ്സലാമു അലൈക്കും. മിക്ക സുഖമാണ്. വലൈക്കും അസ്സലാം. സുഖം ഇമാമുദ്ദീനെ. അപ്പോ അങ്ങനെ പോണം. അപ്പൊ ഇവര് കറക്റ്റ് മറുപടി ഒന്നുമില്ല തരുന്നത്. എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്. 2 അക്കൗണ്ടിൽ നിന്നും SBI നിന്ന് ഒരു മെസ്സേജോ ഒന്നും വരാറില്ല. കാശ് ഡെയിലി ഞാൻ ട്രാൻസാക്ഷൻ ചെയ്യുന്നവനാണ്. ഒരു മെസ്സേജ് പോലും എനിക്ക് വരാറില്ല. അപ്പം മൊത്തം ഇവിടെ അതായത് നമ്മൾ കറക്റ്റ് എഴുതി വെച്ച് രാത്രി ഇത്ര ക്ലോസിംഗ് ഉണ്ടോ, പിന്നെ ബാലൻസ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് നോക്കുമ്പോൾ കാശുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ പോയാൽ കിട്ടാൻ വഴിയില്ല. എന്തോ ലക്കിലെനിക്ക് കിട്ടിയതാണ്, കിട്ടാൻ വഴിയില്ല. പിന്നെ ഞാൻ NOC ഒക്കെ ഇട്ട് ലൈവൊക്കെ ഇട്ട് എന്തോ ഞാൻ വിഷയമൊക്കെ ഉണ്ടാക്കി ഞാൻ പോകേണ്ട റൂട്ടിൽ പോയതുകൊണ്ട് ഞാൻ ഓംബുഡ്സ്മാനോ വേറെ ആർക്കോ പരാതി ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അല്ലാതെ ഞാൻ കാശ് വാങ്ങിക്കാൻ വേറെ വഴികൾ തേടി കറക്റ്റായിട്ട് അവര് കാശ് എനിക്ക് ഇട്ടു തന്നു. പിന്നെ ഇത് കാശ് കിട്ടിയത് എനിക്ക് എല്ലാവരിലും എത്തിക്കുന്നുണ്ടായിരുന്നു. കാശ് അവർ പറ്റിച്ചതും എല്ലാവരിലും എത്തിക്കണമെന്നുണ്ടായിരുന്നു. കാര്യം പിന്നെ ഏത് ബാങ്ക് ആയിരുന്നാലും അവർക്ക് ആവശ്യത്തിനുള്ള അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ പിന്നെ ATM കാർഡ് പിന്നെ എടുത്ത് CDM ATM എന്നൊക്കെ കാശ് ഇടുന്നതിനെല്ലാം കാശ് അവർക്ക് വാടക പോലെ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാത്തിനും പണ്ടൊന്നും കാശില്ലായിരുന്നല്ലോ. അപ്പൊ എല്ലാത്തിനും അവർക്ക് അതിന്റേതായ കാശ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ല ഫ്രീ ആയിട്ടൊന്നും ബാങ്കുകാരൊന്നും ചെയ്തൊന്നും നമുക്ക് തരുന്നില്ല. അപ്പൊ എല്ലാത്തിനും നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്. കാശും കൊടുത്തിട്ട് പിന്നെ പറ്റിക്കാനും കൂടെ നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടോ, ഉരുപ്പെടവേ മാറ്റടാ, രക്ഷപ്പെടാ എന്നല്ലേ. എന്നാ പ്രാക്ക് പേർക്കൊന്നും കേൾക്കൊന്നുമില്ല എന്ന്. ഇതാരുടെ ക്ലാസ് ഒക്കെ വെച്ചിട്ട് എന്റെ മകൻ അൽഫദീൻ ഹാത്തിം. അപ്പോ പ്രാക്ക് ഈ ബാങ്കുകാർക്കൊന്നും കേൾക്കൂലെന്ന്. അല്ല സാധാരണക്കാർക്കാണ് ഈ പ്രാക്കൊക്കെ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ പോയി ചായയൊക്കെ കുടിച്ച് എന്താണെന്ന് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, താങ്ക് യു, നന്ദി, നമസ്കാരം. പിന്നെ എനിക്ക് എന്റെ ഫേസ്ബുക്ക് ഇത് ഫാസൽ കരമനാന്നല്ലേ, എനിക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്, പാച്ചിക്ക ഫണ്ണി വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് പിന്നെ ഒന്ന് കണ്ട് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് തന്ന വലിയ ഉപകാരമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങളൊക്കെ അല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലേ? അല്ലാണ്ട് എനിക്ക് കുറച്ച് കാശൊന്നും സഹായിക്കാനും പറ്റില്ല, എനിക്ക് നിങ്ങളെ കുറച്ച് കാശൊന്നും സഹായിക്കാനും പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഇങ്ങനെ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു മെസ്സേജ്, ഒരു കമന്റ് അങ്ങനെയൊക്കെ ഇട്ട്. അപ്പൊ ഇതും പാച്ചിക്ക ഫണ്ണി വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഇമാമുദ്ദീൻ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോ അതിൽ ലൈക്ക്. പിന്നെ യൂട്യൂബിലൊരു ചാനലുണ്ട് പാച്ചിക്ക ഫണ്ണി വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ചുമ്മാ കയറിയൊക്കെ നോക്കി കമന്റ് ഒക്കെ ഇടിയെന്ന് ഒന്നുമില്ലെങ്കിൽ വേറെ നഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ. കയറുക, ഒന്ന് നോക്കുക, വാച്ച് ചെയ്യുക, ഒന്ന് ലൈക്ക്, ഒരു പിന്നെ കമന്റ്, ഒരു ഷെയർ, ഇതൊക്കെ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പൊ മറക്കണ്ട, ഇതിൽ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ എന്റെ പ്രോഗ്രാം ഇടുന്നുണ്ട്. പണ്ടത്തെ പ്രാക്ക് വലിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ നിസാം? ഓക്കെ, പ്രാക്കൊക്കെ ഇഷ്ടംപോലെ വലിച്ചില്ല നിസാമേ, വലിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഇമാമുദ്ദീൻ കേട്ടാ, പ്രാക്ക് വലിച്ചടാ. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അത്. അപ്പൊ എന്ത് പറഞ്ഞത്? അപ്പം പിന്നെ ഫേസ്ബുക്കിൽ ഞാൻ ഇടുന്നുണ്ട് ആ പ്രോഗ്രാം. അതുപോലെ ഫേസ്ബുക്കിലെ പേജുണ്ട് പാച്ചിക്ക ഫണ്ണി വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് പിന്നെ യൂട്യൂബിൽ പാച്ചിക്ക ഫണ്ണി വേൾഡ് ആ പ്രോഗ്രാം ആണോ? അപ്പോ പിന്നെ ഇതൊക്കെ ഒന്ന് കയറി കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിലെല്ലാം ഈ പിന്നെ ഫാസൽ കരമന എന്നൊരു പേജുണ്ട്, അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ
പാച്ചിക ഫണ്ണി വേൾഡ്, പിന്നെ യൂട്യൂബിൽ പാച്ചിക ഫണ്ണി വേൾഡ്. ഇതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ്. അപ്പൊ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ലൈവും വരാൻ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള ഇങ്ങനെ ആരെങ്കിലൊക്കെ തട്ടിപ്പറ്റിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ വരാം. വേറെ 1-2 കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ മുമ്പ് അത് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ ഗൂഗിൾ പേ ഇല്ലേ, നമ്മുടെ ഈ കടകളിലൊക്കെ വെച്ചേക്കുന്ന നന്ദിയുണ്ടേ 100 രൂപ അയച്ചു തന്നതിൽ നന്ദിയുണ്ടേ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് വെക്കുന്നവരൊന്ന് സൂക്ഷിക്കുക. അതിൽ നിങ്ങൾക്ക് ഒരു 1000 രൂപ ഡെയിലി പലരും ഇടുന്നുണ്ടെങ്കിൽ 1000 രൂപ നിങ്ങൾക്ക് കിട്ടത്തില്ല, 100% ഉറപ്പ്. കാര്യം ഞാനിത് അനുഭവിച്ചറിഞ്ഞവനാണ്. ഇനി കടയില്ല, പലർക്കും ഞാൻ അവർ എഴുതി ഡെയിലി വെക്കുമായിരുന്നു. അങ്ങനെ പിന്നെ 10 രൂപ 20 രൂപ പാവപ്പെട്ടവർ. അപ്പൊ അവർക്ക് ഞാൻ കാശെടുക്കാൻ പോകുമ്പോൾ അവർ 1000 രൂപ എഴുതി തന്നു വിടും. ഇന്ന് 990 രൂപ ഉണ്ടെന്ന്. ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ 790 രൂപയാണ്, അല്ലെങ്കിൽ 750 രൂപയാണ്. ബാക്കി കാശ് എവിടെ പോയെന്നവർക്കറിയില്ല, അവർ അന്വേഷിക്കണം. ബാങ്കിൽ പോകുമ്പം സാറ് ഇതാണല്ലോ അത്, ഇവർക്കൊന്ന് സ്റ്റേറ്റ്മെന്റ്, ഈ പാവപ്പെട്ട ഈ 1000 രൂപയ്ക്ക് കച്ചവടം നടക്കുന്നവർക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാനോ വേറെ ഒരു സംഭവങ്ങൾക്ക് അവർക്ക് അറിയില്ല. അപ്പൊ അത് ഭയങ്കരമായ ഒരു തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. നിങ്ങൾ ആലോചിച്ചാൽ മതി, 1 രൂപ വെച്ച് 1 കോടി രൂപ, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, 1 രൂപ വെച്ച് 1 കോടി പേര് 1 രൂപ പറ്റിച്ചു കഴിഞ്ഞാൽ, അല്ല 1 കോടി രൂപ പേരെടുത്ത് നിന്ന് 1 രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ബാങ്കുകാർക്ക്, ഗൂഗിൾ പേക്കാർക്ക് 1 രൂപയായി, 1 കോടിയായി. അപ്പോ 10 രൂപ വെച്ച് ആയാൽ 10 കോടിയായി, 100 രൂപ വെച്ച് 100 കോടിയായി. വേറെ എന്തെങ്കിലും വേണോ അവർക്ക്? പറ്റിച്ച് ജീവിച്ചാൽ പോരെ. പറ്റിച്ച് തന്നെയാണ് ജീവിക്കുന്നവർ. ഓരോ എല്ലാ അക്കൗണ്ടുകാരെയും ഇതുപോലെ പറ്റിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. എന്നിട്ട് മമ്മൂട്ടിയുടെ വോയിസും നന്ദിയുണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവർക്ക് കുറച്ച് കാശും കൊടുത്തിട്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എത്ര എഴുതി വെച്ചത് നോക്കിയാലും ശരി, അതിൽ നിന്ന് ഡെയിലി കാശ് പോകുന്നുണ്ട്. ഇതും ഞാൻ അനുഭവിച്ചു. അതൊന്ന് ശ്രദ്ധിക്കുക. ഗൂഗിൾ പേ, പേടിഎം എല്ലാത്തിലും, അത് പിന്നെ ഫോൺ പേ എല്ലാത്തിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിചാരം പിന്നെ ഇല്ല, അവർ പറയുന്നുണ്ടല്ലോ, പറഞ്ഞാൽ പിന്നെ കറക്റ്റായിട്ട് കാശ് അക്കൗണ്ടിൽ വരും. കറക്റ്റായിട്ട് അവർ പറയുന്ന കാശ് അവർ ഇടുമ്പോൾ അക്കൗണ്ടിൽ വരും. രാത്രി എടുക്കാൻ പോകുമ്പോൾ കാണില്ലെന്നുള്ളൂ. അല്ലെ വൈകുന്നേരം അതും 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ അത് പിന്നെ കയ്യിൽ കിട്ടുള്ളൂ. അതിനേക്കാളും ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഗൂഗിൾ പേക്ക് അകത്ത് തന്നെ ഒരു സ്കാനർ ഉണ്ട്. ആ സ്കാനറിന്റെ കോപ്പി എടുത്തിട്ട് നിങ്ങൾ അവിടെ ഒട്ടിച്ച് വെച്ചിട്ട് ഗൂഗിൾ പേക്ക് ഒരു 50 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ പിന്നെ പേ ചെയ്ത ഉടനെ വോയിസും വരും. നിങ്ങൾ അക്കൗണ്ടിൽ ഉടനെ പിന്നെ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. നിങ്ങൾ പിന്നെ മൊബൈലിൽ വോയിസും വരും, അപ്പൊ തന്നെ മെസ്സേജും വരും. അപ്പൊ നമ്മൾ ക്യാഷ് പോവുകയില്ല. നമുക്കറിയാം ഇത്ര രൂപ നമ്മൾ അക്കൗണ്ടിൽ കയറിയ ഓക്കെ, അറിയില്ല. മറ്റേത് 24 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ പിന്നെ അക്കൗണ്ടിൽ കയറുള്ളൂ ആ കാശ്. അപ്പൊ അതൊന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. അപ്പൊ ഒരു അറിവ് എല്ലാവർക്കും അറിയായിരിക്കും ഇതൊക്കെ, എന്നാലും നമുക്ക് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാം. പിന്നെ അറിയാത്തവരെ ഒരാളെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഫാസിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് അവര് അത് ചെയ്ത് അവർക്ക് 10 രൂപ നഷ്ടപ്പെടാതെ ഇരുന്നാൽ ഒരു നല്ലതല്ലേ, നമുക്കൊരു സന്തോഷമല്ലേ? അത്രയേ ഉള്ളൂ. ആൻഡ് ലെസ്റ്റർ ചൂടായി അല്ലേ? അപ്പൊ ഓക്കെ, വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഗൂഗിൾ പേയുടെ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയുള്ള നമ്മുടെ കാശ് ശ്രദ്ധിക്കുക. പിന്നെ ലോൺ എടുത്താൽ NOC അങ്ങനെയുള്ള ക്ലോസിംഗ് ലെറ്റർ അങ്ങനെയുള്ള സാധനങ്ങൾ ഏത് ലോൺ എടുത്താലും ഏത് ബാങ്കിൽ നിന്ന് എടുത്താലും അത് ശ്രദ്ധിക്കുക. നമ്മുടെ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോവാതെ നോക്കുക. ഓക്കെ ഓക്കെ, നമസ്കാരം. നല്ലൊരു ദിവസം എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷാജഹാൻ പീസ് വാച്ചിങ്. ഹായ് ഷാജഹാൻ. നല്ലൊരു ദിവസം എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയ് ഹിന്ദ്.